സോ ഗൈസ്, ഇതൊരു പാളിപ്പോയ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമ്മൾ വലിയ കാര്യത്തിൽ വണ്ടിയൊക്കെ എടുത്ത് പനമ്പള്ളി നഗറിൽ പോയി ഫോറം മാളിലൊക്കെ പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. പക്ഷേ മഴ ചതിച്ചു ഗൈസ്. മഴ ചതിച്ച് ഞങ്ങൾ വാഴക്കൊലേൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ലാസ്റ്റ് ആ കടയിലൊരു പയ്യനുണ്ടായ രണ്ട് തേൻ മിഠായിയൊക്കെ വാങ്ങി ഞങ്ങൾ വൈബടിച്ചിങ്ങനെ ഇരുന്ന് മഴ പോകുമെന്ന് വിചാരിച്ച് കുറേ നേരം ഇരുന്ന്. ഭാഗ്യത്തിന് ലിപ്സ്റ്റിക്കൊക്കെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് പോയില്ല. അങ്ങനെ നമ്മൾ തേൻമിഠായിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ജ്യൂസി ആയിട്ടില്ല, നമുക്ക് ആ സൗണ്ട് വരുമല്ലോ, അങ്ങനത്തെ തേൻമിഠായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് ലാസ്റ്റ് മഴ ഇത്തിരി കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പോകാൻ തുടങ്ങി. പോയി ലാസ്റ്റ് ഞങ്ങൾക്ക് ഡൗട്ടായി, ഫോറം മാളിൽ പോകണോ പനമ്പള്ളി നഗർ പോകണോ എന്ന് ഡൗട്ടായി. പിന്നെ ലാസ്റ്റ് അവൾ പറഞ്ഞ് നമുക്ക് ഫോറം മാളിൽ പോകാം. ഫോറം മാളിൽ പോയി ജസ്റ്റ് ഒന്ന് വെറുതെ കുറച്ച് നേരം ഇരുന്ന് മഴ തോന്നുന്നുണ്ടെങ്കിൽ പനമ്പള്ളി പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളിതവിടെ ആ ഒരു ട്രീ ഒക്കെ ഉണ്ടല്ലോ, ആ ട്രീൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് അവിടുന്ന് മറ്റേ ബർഗർ കിങ്ങിലെ ബർഗർ ഒക്കെ കഴിച്ച്, പിന്നെ ചുരോസ് വന്നിട്ടുണ്ട് അവിടെ, അപ്പോൾ അതും കഴിച്ചു. പക്ഷേ അത് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഇത്തിരി കരിഞ്ഞ പോലത്തെ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി. പിന്നെ നമുക്ക് പനമ്പള്ളി വൈബ് വന്ന് വേറെ ഒന്നുമില്ല, ഫ്രഞ്ച് ടോസ്റ്റ് കഴിക്കാനൊരു മോഹം. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, അത് നമുക്ക് അതിനെപ്പറ്റി പിന്നെ ചിന്തിച്ചാൽ നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. പക്ഷെ ഒറ്റക്കൊരാൾ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി സാധനം എത്തി. നമ്മൾ ഭയങ്കര എസ്തെറ്റിക്കായി വീഡിയോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിച്ചു, എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ ഫ്രഞ്ച് ടോസ്റ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പോയി കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കാത്തൊരാൾ ഇത് കഴിക്കുന്ന സാധനം കണ്ടാൽ നിങ്ങൾക്ക് ഓവർ ആക്ടിങ് ആയി തോന്നാം. പക്ഷെ കഴിച്ചിട്ടുള്ളവർ ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ കണ്ടാൽ അറിയാം അത് എന്തുകൊണ്ട് വരുന്നതാണ് എന്നുള്ളത്. അങ്ങനെ അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഒരു വണ്ടി അവിടെ വെച്ച് ഓട്ടോയിലാണ് തിരിച്ച് വന്നത്, കാരണം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഫൈനലി നാളെ എനിക്ക് ചെന്നൈ പോകണം. അപ്പോൾ അവളോട് യാത്ര പറഞ്ഞ് അവളിങ്ങനെ നടന്നകലുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം ഇനി വ്ളോഗിലോട്ടൊക്കെ സീരിയസ് ആയിട്ട് കടക്കണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. ടിൽ ദെൻ ബൈ.